നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ബ്രസീൽ പൊട്ടി പുറത്തായല്ലോ, നാണം കെട്ട് പുറത്തായി. അപ്പോൾ ഇത് ലോകമാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. അർജൻറ്റീൻ മാധ്യമങ്ങളടക്കം എങ്ങനെയാണ് ഈ പുറത്താവൽ, ബ്രസീലിൻ്റെ പുറത്താവൽ ആഘോഷിച്ചെന്ന് നോക്കാം. ഓരോരുത്തരുടെ ടൈറ്റിൽ, അതായത് ഉന്മൂലനം ചെയ്തു എന്നാണ്, ബ്രസീലിനെ തീർത്തു. അതാണ് മിക്ക മാധ്യമങ്ങളുടെയും, നമ്മൾ പ്രധാനപ്പെട്ട സ്പോർട്സ് മാധ്യമങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ AS, നമ്മൾ സ്പെയിനിൽ നിന്ന് AS എടുത്താൽ ഹാലൻഡ് ഉന്മൂലനം ചെയ്തു ബ്രസീലിനെ എന്നാണ് പറഞ്ഞത്. അതേപോലെയുള്ള വാക്കാണ് അന്നിലേറ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ഹാലൻഡ് അന്നിലേറ്റഡ് ദി ബ്രസീലിയൻ നാഷണൽ ടീം, അതായത് തീർത്തു, ഹാലൻഡ് തീർത്തു ബ്രസീലിനെ എന്നാണ് മാർക്കയും കൊടുക്കുന്നത്. ഏതാണ്ട് സെയിം അർത്ഥങ്ങൾ വരുന്ന ടൈറ്റിൽ. സ്പോട്ട് പറഞ്ഞത് പരിതാപകരം ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന്, മറുഭാഗത്ത് ഹിസ്റ്റോറിക്, നോർവേയുടെ ചരിത്രപരമായിട്ടുള്ള വിജയം എന്നാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസ് മാധ്യമം എബോല കൊടുത്തത് വൈക്കിംഗ് ഹാലൻഡ് ഹു ഡിസ്ട്രോയിഡ് ബ്രസീൽ എന്നാണ്. ബ്രസീലിനെ തകർത്തു ഹാലൻഡ്, വൈക്കിംഗ് ഹാലൻഡ്, അദ്ദേഹം ബ്രസീലിനെ തകർത്തെറിഞ്ഞു. ഫ്രാൻസിൽ ലെ പാരീസിയൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ബ്രസീലിൻ്റെ മിസ്റ്റേക്കുകളെ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നോർവേയുടെ സ്ട്രെങ്ത്തും ബ്രസീലിൻ്റെ മിസ്റ്റേക്കും. മോർ എഫിഷ്യൻറ്റ് നോർവേ took advantage of Brazil's errors to achieve historic performance എന്നാണ്. ബ്രസീലിൻ്റെ മിസ്റ്റേക്കുകൾ അത് മുതലെടുത്തുകൊണ്ട് മികച്ച രൂപത്തിൽ നോർവേ വിജയം സ്വന്തമാക്കി. ഇനി അർജൻറ്റീൻ മാധ്യമങ്ങളോ, അത് നോക്കണമല്ലോ, ഒരു റിവൽസ് ആണല്ലോ സൗത്ത് അമേരിക്കയിലെ. അപ്പോൾ അർജൻറ്റീൻ മാധ്യമം ഒലെ പലപ്പോഴും ബ്രസീലിനെ ട്രോളാറുള്ളവരാണ്. അപ്പം അവർ ഹാലൻഡ് ബ്രസീൽ ഔട്ട് ഓഫ് ദി വേൾഡ് കപ്പ് എന്നാണ് റിപ്പോർട്ട്. ഹാലൻഡിൻ്റെ ആക്ക് വരെ ഒരു ജേഡ് എച്ചിന് പകരം, അപ്പോൾ നമുക്ക് ജാലൻഡ് എന്ന് വായിക്കേണ്ടത് ഹാലൻഡാണ്. ഹാലൻഡ് എന്ന് കൊടുത്തിട്ട് ബ്രസീൽ ഔട്ട് ഓഫ് ദി വേൾഡ് കപ്പ് എന്നാണ് അവരുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ലേഖനത്തിൽ അവർ വിശദീകരിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 2-1 പരാജയത്തോടെ കാനറീഞ്ഞെ, അതായത് ബ്രസീലിനെ റിയോ ഡി ജനീറോയിലേക്ക് നോൺ സ്റ്റോപ്പായിട്ട് പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നു. അതാണ്, റിയോ ഡി ജനീറോയിലേക്ക് എത്രയും പെട്ടെന്ന് നോൺ സ്റ്റോപ്പായിട്ട് പാക്ക് ചെയ്ത് ബ്രസീലിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നാണ് അവരുടെ ലേഖനത്തിൽ അവർ വിശദീകരിക്കുന്നത്. അതേസമയം TYC അത്ര ഒരു ട്രോളിലേക്കൊന്നും പോയില്ല. TYC നോർവേ പുൾസ് ഓഫ് ഹിസ്റ്റോറിക് അപ്സെറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളൂ. അതിൽ ഹാലൻഡിൻ്റെ ബ്രേസ് അവർ ബ്രസീൽ ടീമിനെ പുറത്താക്കി വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടത്തിയിരിക്കുന്നു എന്ന് വളരെ നോർമലായിട്ടാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഏതായാലും ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം ആഘോഷിക്കുകയാണ് ബ്രസീലിൻ്റെ പുറത്താവൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.